ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഓക്കെ, തൊപ്പിയുടെ കൂടെ നടക്കുന്ന ആളുടെ കൂടെയുള്ള വീഡിയോ ഇവിടെ അച്ചായനെ എങ്ങനെ കണ്ടത് പലർക്കും അത് ഫസ്മിന സാക്കിർ, അതായത് നമ്മുടെ എല്ലാവരും പ്രിയങ്കരിയായിട്ടുള്ള ഫസിമോള്. അപ്പൊ ഫസിമോളുടെ കല്യാണം കുറച്ചാൾ മുന്നേ കഴിഞ്ഞിട്ടുണ്ടായി. കുറച്ചാൾ നല്ല ഈ ഇടയ്ക്കാണ് കഴിഞ്ഞത്. അപ്പൊ ആ ഒരു കല്യാണം റിലേറ്റഡ് ആയിട്ട് തന്നെ ഈ പുള്ളിക്കാരി ഏറി പോയേക്കണായിരുന്നു. പുള്ളിക്കാരിക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഏറി പോകുന്ന ഒരു ശീലമുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് പോയതാണ് കല്യാണത്തിന്റെ സമയത്ത്. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു കണ്ടന്റ് ചെയ്യാൻ വേണ്ടി വെച്ചതായിരുന്നു. പിന്നെ ഞാൻ ചെയ്യണ്ടെന്ന് വിചാരിച്ചു വിട്ട്. കല്യാണമൊക്കെ അല്ലേ, അപ്പൊ അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു വിട്ട്. അപ്പൊ ഇപ്പൊ അടുത്തൊരു വിഷയമായിട്ട് അങ്ങനെ നമ്മുടെ ഫസിമോള് വന്നേക്കണേണ്. പക്ഷെ ഫസിമോളുടെ പേരിൽ ഇപ്പൊ വന്നിരിക്കുന്നത് നമ്മുടെ അച്ചായനാണ്. അതായത് നമ്മുടെ തൊപ്പിയുടെ വീഡിയോസിനകത്തൊക്കെ നമ്മൾ കാണാറുള്ള അച്ചായനാണ് ഇപ്പൊ അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പൊ അച്ചായൻ എന്ത് വിഷയമായിട്ടാണ് വന്നേക്കണതെന്ന് നമ്മൾ നോക്കണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അച്ചായൻ്റെ അമ്മ കുറച്ച് ആളായിട്ട് ഹോസ്പിറ്റലിനകത്താണ്. അപ്പൊ ഹോസ്പിറ്റലിൽ അത്യാവശ്യം ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഇതിനകത്ത് കൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു അവസ്ഥയിനകത്ത് തൊപ്പി അപ്പൊ ഇതിനെ പറ്റിയിട്ട് ആദ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിട്ടോ. നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം. നമ്മളിപ്പോ ഉള്ളത് ആസ്റ്റർ മെഡിസിറ്റിയിലാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇതില് അച്ചായൻ്റെ അമ്മച്ചി കുറെ ദിവസമായിട്ട് ബ്ലഡ് ക്യാൻസർ ആയിട്ട് ഇവിടെ ICUലാണ്. അപ്പം ഇങ്ങനെ ഒരു ചാരിറ്റി വീഡിയോ ചെയ്യേണ്ട വരുമെന്നും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമെന്ന് ഒരിക്കലും വിചാരിച്ചല്ല. മൊത്തം എല്ലാം ഞാൻ സെറ്റിൽ ചെയ്യാന്നുള്ള മൈൻഡിൽ നിന്നതാ. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു ഞാനും കൂടി ഇപ്പൊ ഇങ്ങനെ ഒരു ഇതിലായിപ്പോയി. അപ്പം പറ്റുന്നവരെല്ലാം ഹെൽപ്പ് ചെയ്യുക. താഴെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കാം. പിന്നെ പറ്റുന്നവരെല്ലാരും ഒന്ന് ഹെൽപ്പ് ചെയ്യുക, എല്ലാരും ഒന്ന് സഹായിക്കുക. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഒരു എമൗണ്ട് ഇട്ട് ഹെൽപ്പ്. ഓക്കെ, അപ്പൊ അതായിരുന്നു തൊപ്പിയുടെ ആ ഒരു വീഡിയോ. അപ്പൊ ഈ ഒരു വീഡിയോ ഇട്ടത് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് അതിൽ നിന്ന് തന്നെ ഈ പുള്ളിക്കാരന് വേണ്ട പൈസയും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് തന്നെ അത്യാവശ്യം കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാര്യം ഇതേപോലെ ചാരിറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്കും അതിനകത്തുനിന്ന് അത്യാവശ്യം കിട്ടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പിന്നെ തൊപ്പിനെ പോലെ ഇത്രയും ഒരു അത്യാവശ്യം റീച്ചൊക്കെ ഉള്ള ഒരാളാകുമ്പോഴത്തേക്കും അതിൽ നിന്ന് അത്യാവശ്യം കിട്ടാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതെന്തായാലും ആ ഒരു സൈഡിനകത്ത് കിട്ടെ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ അച്ചായൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതായത് ഈ ഫസിയുടെ മുഖംമൂടി അഴിച്ചു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ പുള്ളിക്കാരൻ ഇട്ടിട്ടുണ്ടായി. അപ്പൊ ആ ഒരു വീഡിയോ നമുക്ക് ആദ്യം തന്നെ കാണാം, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. അപ്പൊ അതിനകത്ത് പുള്ളി ആദ്യം തന്നെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ വെച്ചിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കാണാം. എന്റെ അമ്മ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞായിരുന്നോ? ആശുപത്രി അഡ്മിറ്റ് ആണ്. ഞാനിവിടെ ഉണ്ട്. ഇവരെല്ലാം ബ്ലഡ് ഒക്കെ തരാൻ വേണ്ടി വന്നാ. ഇങ്ങനെ പറഞ്ഞു നാളെ ഫസിയുടെ കല്യാണം എന്ന് പറയുമ്പോഴത്തേക്ക് എന്നെ വിളിച്ചിട്ടില്ലടാന്ന് പറഞ്ഞു. എന്നാലും എന്നോടൊന്ന് പറയാലോ, അങ്ങനെ എല്ലാരും നല്ലല്ലോ. അല്ല എന്നെ വിട തങ്കുവും പതിയും കട്ട കമ്പനി അല്ലായിരുന്നു. ഇൻഷാല്ലാ. ഓക്കെ. അപ്പൊ എനിവേ എല്ലാവിധ ആശംസകളും. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, അപ്പൊ ഇതാണ് പുള്ളിക്കാരൻ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞിട്ട് വെച്ചേക്കുന്നത്. അതായത് ഈ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞ പുള്ളി വെച്ചേക്കുന്നത് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ പുള്ളീനെ വിളിച്ചപ്പോഴത്തേക്കും ഈ ഫസി അത്യാവശ്യം നല്ല രീതിക്കാണ് സംസാരിച്ചതും കാര്യങ്ങളൊക്കെ. പിന്നെ കല്യാണത്തിന് വിളിച്ചില്ല എന്ന് പറയുന്നതും ഈ ഇപ്പൊ തൊപ്പിയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിൽക്കുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അമ്മയുടെ വിഷയമൊക്കെ അറിഞ്ഞിട്ട് ആയിരിക്കാം വിളിക്കാത്തത്. അത് എന്താണെങ്കിലും അവരുടെ കേസ്. അത് ഇപ്പൊ ഒരാളെ കല്യാണത്തിന് വിളിക്കണോ വേണ്ടയോ എന്നെല്ലാം ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ ഒരു കേസിനകത്താണെങ്കിൽ ഫസിയുടെ ഇഷ്ടമാണ്, ഫസി വിളിക്കണോ വേണ്ടയോ എന്നുള്ളത്. പുള്ളിക്ക് വിളിക്കാൻ തോന്നിയില്ല പുള്ളിക്കാരിക്കെങ്കിൽ അത്രേ ഉള്ളൂ. അതിനകത്ത് വേറെ ചോദ്യവും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇതാണ് പുള്ളിക്കാരൻ എക്സ്പെക്ടേഷൻ ആയിട്ട് വെച്ചേക്കുന്നത്. ഇനി റിയാലിറ്റി എന്ന് പറഞ്ഞിട്ട് വേറൊരു വീഡിയോ വെച്ചിട്ടുണ്ട്, അതും കൂടെ ഒന്ന് കാണാം. വീഡിയോ ഇടാത്ത ഇതിപ്പോ അതിന് എനിക്ക് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഓക്കെ, ഞാൻ അയാളുടെ വീഡിയോ ഇടാത്ത ഇതിപ്പോ അതിന് എനിക്ക് നെഗായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. നമ്മളൊരാളുടെ വീഡിയോ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഞാൻ അയാളുടെ വീഡിയോ ഇപ്പൊ ഇടുവാണെങ്കിൽ അയാളുടെ അമ്മേനെ സഹായിക്കുന്ന പറഞ്ഞ വീഡിയോ ഇട്ടാ അയാൾ ഒന്നാമതെ തൊപ്പിയുടെ കൂടെ നടക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ അയാളുടെ വീഡിയോ കയറിയിട്ടാ പിന്നെ ഞങ്ങൾ തമ്മിൽ ഇതാണ് തൊപ്പിയുടെ കൂടെ നടക്കുന്ന ആളുടെ കൂടെയുള്ള വീഡിയോ ഇവിടെ ഇട്ട് അപ്പൊ ഇവർക്ക് തൊപ്പിയിൽ ഇതാണ് ഇഷ്ടമാണ് അങ്ങനത്തെ കുറെ കമന്റ് വരും. എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല. പുള്ളിയുടെ കമ്പനിയുള്ള ആൾക്കാർ പുള്ളി അക്കൗണ്ടിൽ വീഡിയോ ഇട്ടിട്ടില്ലല്ലോ. അവന്റെ ഏറ്റവും ക്ലോസ് ഇതല്ലേ. അപ്പൊ അവൻ വീഡിയോ ഇട്ടിട്ടില്ല. പിന്നെ ഞാൻ വീഡിയോ ഇടാത്ത മോശം എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അത്രയും ക്ലോസ് ഉള്ള ആൾക്കാർ വീഡിയോ ഇട്ടില്ല. പിന്നെ നമുക്കൊരാളെ സഹായിക്കണമെങ്കിൽ നമ്മൾ വീഡിയോ ഇടേണ്ട ആവശ്യമൊന്നും ഇല്ല. എനിക്ക് സഹായിക്കണമെങ്കിൽ എനിക്ക് പൈസ കൊടുത്ത് സഹായിച്ചാൽ പോരെ. അത് ഞാൻ വീഡിയോ ഇട്ട് സഹായിക്കണം എന്ന് എനിക്ക് തോന്നില്ല.
ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫസിയുടെ റിയാലിറ്റി എന്ന് പറഞ്ഞിട്ട് അച്ചായൻ ഇട്ടേക്കുന്ന ആ ഒരു സെക്ഷൻ. അപ്പൊ ഈ ഒരു സെക്ഷൻ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞ് ഇതിനകത്ത് എവിടെയും എനിക്ക് ഫസിയുടെ ഒരു തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഫസി പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ് ഫസി പറയുന്നത്. അതായത് ഫസിക്ക് വീണ്ടും തൊപ്പി എന്ന് പറഞ്ഞൊരു ഫാക്ടറിനെ വലിച്ചിട്ട്, തൊപ്പിയുടെ പേര് വലിച്ചിട്ടിട്ട് അതുവഴി വേറൊരു, ഇപ്പൊ തൊപ്പിയുടെ പേര് വലിച്ചിടുമ്പോൾ തന്നെ ഫസിക്ക് അത്യാവശ്യം ഹെയ്റ്റും കാര്യങ്ങളൊക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ഹെയ്റ്റിന്റെ വിഷയമൊക്കെ നമുക്ക് വേറെ ടോപ്പിക്കാണ്. അത് അതിനെപ്പറ്റി ഞാൻ പിന്നെയും പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കേസിനകത്തൊക്കെ ഞാൻ ഫസിക്ക് എതിരാണ്. പക്ഷെ എന്നാലും ഈ ഒരു കേസിനകത്ത് വരുമ്പോഴത്തേക്കും എനിക്ക് ഇവിടെ ഈ അച്ചായനിട്ടേക്കുന്ന വീഡിയോനകത്ത് എവിടെയും എനിക്ക് ഫസിയുടെ ഭാഗത്തൊരു തെറ്റുള്ളതായിട്ടോ ഒന്നും തോന്നുന്നില്ല. പിന്നെ ഇയാളെന്നൊക്കെ പറഞ്ഞത് അതിപ്പോ നമ്മൾ വേറൊരാളെ, എനിക്കിത് കേട്ടിട്ട് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഫസി വേറെ ആരോടോ സംസാരിക്കുന്ന ഒരു റെക്കോർഡാണിത്. വേറെ ഒരാളോട് സംസാരിക്കുമ്പോഴത്തേക്കും നമ്മളെല്ലാവരെയും അച്ചായൻ അല്ലെങ്കിൽ ചേട്ടൻ അങ്ങനെയൊക്കെ വിളിച്ച് തന്നെ ആയിരിക്കില്ല നമ്മൾ പറയുന്നത്. നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിനകത്ത് ഇരിക്കുമ്പോൾ നമുക്ക് ആയ തോന്നിയൊക്കെ ഇയാളെന്നൊക്കെ വിളിച്ച് പറയുന്നു. അതിനെന്താണ് തെറ്റ്? അതിനകത്ത് എവിടെയും തെറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇനി ഇതിന്റെ കൂടെ തന്നെ അച്ചായൻ ഒരു വീഡിയോ വെച്ചിട്ടുണ്ട്, അതും കൂടെ ഒന്ന് കാണാം. ഒരു മനുഷ്യന്റെ രണ്ട് മുഖങ്ങളാണ് ഇപ്പൊ രണ്ട് വോയിസിലൂടെ നിങ്ങൾ കേട്ടത്. എന്നോട് സംസാരിക്കുമ്പോൾ എന്തൊരു സ്നേഹം, മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ അയാള് എന്തൊക്കെയല്ലേ, എത്രയൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കും അവർക്കൊക്കെ മാത്രം അറിയാവുന്നതാണ്. എന്നെ സഹായിക്കേണ്ട വേണ്ട. പക്ഷെ അവസാനം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അയാൾക്ക് ഞാൻ പൈസയായിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എനിക്കൊന്ന് കാണിക്കാവോ? ഇന്നത്തെ ഡേറ്റിനല്ല, ഇതിന് മുമ്പോട്ടുള്ള ഒരു ഡേറ്റിൽ ഏതെങ്കിലും ഒന്ന് കാണിക്കണം. എന്നാലല്ലേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. എനിക്ക് വീഡിയോ ഇട്ട് സഹായിച്ചില്ല, പക്ഷെ എനിക്ക് എന്തൊക്കെയോ തന്ന് സഹായിച്ചു എന്ന് എനിക്ക് സമാധാനിക്കാൻ, എനിക്ക് സ്വയം ഒന്ന് സമാധാനിക്കാനായിട്ട്. ഈ പുള്ളി എന്താണ് ഇതുവഴി ഉദ്ദേശിച്ചത് എനിക്ക് സത്യമായിട്ടും മനസ്സിലായില്ല കേട്ടാ. പുള്ളിക്കാരൻ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സാഡ് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് പുള്ളിക്കാരൻ പറയണതാണ്. അതായത് രണ്ട് ഫേസ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഫസി എന്ന് പറഞ്ഞ ആളുടെ രണ്ട് ഫേസ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതായത് സഹായിച്ചിട്ടില്ല, പക്ഷെ അതിന് ഒരാളോട് പറയുമ്പോഴത്തേക്കും അങ്ങനത്തെ രീതിക്കൊക്കെയാണ് പറയുന്നത്. അതായത് ഒരാളെ സഹായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരാളോട് പറയാൻ പറ്റൂല നിങ്ങൾ സഹായിച്ചിരിക്കണം, അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല. അവനവന്റെ ഇഷ്ടമാണ് അവനവൻ സഹായിക്കണോ വേണ്ടയോ എന്നുള്ളത്. ഇപ്പൊ ഈ ഒരു കേസിനാണ് നോക്കണേ, തൊപ്പി അച്ചായനെ സഹായിച്ചു എന്ന് അച്ചായൻ തന്നെ പറയുന്നുണ്ട്. പക്ഷെ അന്ന് കഴിഞ്ഞാൽ ഫസി അച്ചായനെ സഹായിച്ചിട്ടില്ല എന്ന് അച്ചായൻ പറയുന്നത്. ഈ ഒരാളുടെ കയ്യിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ഈ സഹായം എന്ന് പറയുന്ന കാര്യമൊക്കെ നമുക്ക് എങ്ങനെയാണ് ഒരാളുടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവുള്ള കാര്യം. അവനവന്റെ ഇഷ്ടമാണത്. നമുക്ക് ഒരിക്കലും എങ്ങനെയാണ് നമുക്ക് ഒരാളെ പറ്റി പറയാൻ പറ്റുന്നത് ഇങ്ങനെയൊക്കെ. ഇപ്പൊ അച്ചായൻ എന്താണ് ഇതുവഴി പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്നും എനിക്ക് മനസ്സിലാവുള്ള. ഫസി എന്ന് പറഞ്ഞ് ഇത്രയ്ക്ക് മോശം ഒരാളാണ്, ഇങ്ങനെ രണ്ട് ഫേസ് ഉള്ള ഒരാളാണെന്നൊക്കെയാണ് അച്ചായൻ ഇതുവഴി പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ സമയവും കൂടെ നിങ്ങൾ ഓർക്കണോട്ടെ. അതായത് അച്ചായന്റെ അമ്മയുടെ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് അച്ചായൻ വന്നിട്ട് ഇമാതിരി ഇതൊക്കെ കാണിക്കുന്നത്. നമുക്ക് ഇനി ഇതിന്റെ കൂടെ തന്നെ അച്ചായൻ വെച്ചിട്ടുള്ള ഒരു ഓഡിയോയും കൂടി ഉണ്ട്, അതും കൂടെ കേൾക്കാം. അവനും കണക്കാണ്, അവളും കണക്കാണ്. ഫസീന അച്ചായൻ എങ്ങനെ കണ്ടത് പലർക്കും അത് അറിയുന്നില്ല. സ്വന്തം ഒരു പെങ്ങളെ പോലെ കണ്ട് അവളുടെ കമന്റ് ബോക്സിൽ തന്നെ തെറുക്കി അച്ചായൻ മറുപടി അതുപോലെ തെറി വിളിച്ച് മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് അവന്മാര് അച്ചായന്റെ അമ്മേനെ ചീത്ത വിളിക്കുമ്പോ അതിനൊച്ചപ്പാടുണ്ടാക്കാനും അവളുടെ പേരിന് വഴക്കുണ്ടാക്കാനും ഒക്കെ നടന്നിരുന്ന ഒരാളെയാണ് അവള് ഈ ഒരു രീതിയിലാക്കി. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താന്ന് കൂടി ആ വീഡിയോയിൽ പറയായിരുന്നു, ആ വോയിസിൽ. ഓക്കെ, അപ്പൊ എനിക്ക് കേട്ടിടത്തോളം തോന്നുന്നത് ഈ ഓഡിയോനകത്തുള്ള ആളാണെന്ന് തോന്നുന്നു അച്ചായൻ ഈ സംഭവമൊക്കെ അയച്ചു കൊടുത്തത്. അപ്പൊ അതെന്തായാലും അച്ചായൻ ഇപ്പൊ എന്താണ് ഇതുവഴി പ്രൂവ് ചെയ്യാൻ ശ്രമിക്കണതെന്നൊന്നും എനിക്ക് തീരെ മനസ്സിലായിട്ടില്ല. പിന്നെ ഇവര് പറയുന്നുണ്ടല്ലോ, അതായത് ഇപ്പൊ അച്ചായനുമായിട്ട് എത്രത്തോളം ക്ലോസ് ആയിരുന്നു, പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് അച്ചായനെ അത് ചെയ്യുന്നു, അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതിനകത്ത് എവിടെയും എനിക്കൊരു ഈ ഫസിയുടെ ഭാഗത്തുനിന്ന് ഇപ്പൊ നിങ്ങൾ തമ്മിൽ ഒരു എന്തെങ്കിലും ഇപ്പൊ ഫ്രണ്ട്ഷിപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല എന്നാണ് കേട്ടോ ഞാൻ വിശ്വസിക്കുന്നത്. അതായത് നമുക്ക് അയാളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇഷ്ടമാണ്, അപ്പൊ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു. അല്ലാണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഘട്ടം വരുമ്പോഴത്തേക്കും അയാൾ നമ്മളെ സഹായിക്കും, അയാൾ നമ്മളെ ഇത് ചെയ്യും എന്നൊക്കെ നമ്മൾ ഒരാളുടെ ഒരു എക്സ്പെക്ടേഷൻ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ലാസ്റ്റ് നമുക്കത് ഒരു ബുദ്ധിമുട്ടായിട്ട് മാറുള്ളൂ. അതല്ലാണ്ട് അതെവിടെയും ചെന്ന് നല്ല രീതിക്ക് അവസാനിക്കുന്നൊന്നും ഞാൻ അത് വിശ്വസിക്കാറില്ല. ഞാനിപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരാളോട് വെക്കുന്നുണ്ടെങ്കിൽ ഞാൻ അയാളുടെ ഒന്നും എക്സ്പെക്ട് ചെയ്യാറില്ല. കാര്യം ആ എക്സ്പെക്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് നമുക്കതൊരു നിരാശ മാത്രമേ അതിൽ നിന്ന് ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഇതിന്റെ കൂടെ തന്നെ അച്ചായൻ നമ്മളെ വേറൊരു ഇന്റർവ്യൂ അച്ചായൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഇന്റർവ്യൂവിനകത്ത് അച്ചായൻ തൊപ്പീനെ പറ്റി ഇത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് അച്ചായൻ വേറൊരു സംഭവമായിട്ട് പറയുന്നത്, നമുക്ക് അതൊന്ന് കേട്ടു. ഏറ്റവും അടുത്ത സുഹൃത്താണ് തൊപ്പി. ഇപ്പൊ തൊപ്പിക്ക് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെറുടെ ഒരു നല്ല എമൗണ്ട് വരുമാനം ലഭിക്കുന്നുണ്ടെന്നാണ് തൊപ്പി തന്നെ പറഞ്ഞത്. ഞാൻ ഏത് രീതിയും എന്റെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യും. അതൊരു മകന്റെ കടമ എന്നുള്ളതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ചിന്തിക്കാം. പക്ഷെ അവനെന്ന് പറയുമ്പോഴത്തേക്ക് അവന്റെ സുഹൃത്തിന്റെ അമ്മയാണ്. അവൻ ചിലപ്പം അവനക്ക് പറ്റുന്ന പോലെ അവൻ ചെയ്യും. അതിനപ്പുറത്തേക്ക് നമ്മൾ അവനെ പ്രഷർ ചെയ്യേണ്ട കാര്യമില്ല. അവന് ചിലപ്പം കോടികളുണ്ടാവാം, അല്ലെങ്കിൽ അവൻ്റെ 10 രൂപ ഉണ്ടാവും, അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ ഇവിടെ അച്ചായൻ പറഞ്ഞതാണ് പോയിന്റ്. അതായത് ഇപ്പൊ തൊപ്പി
തൊപ്പിയുടെ അമ്മയല്ല, എന്തൊക്കെ പറഞ്ഞാൽ അച്ചായന്റെ അമ്മയാണ്. അപ്പൊ അച്ചായനാണ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അച്ചായനാണ് അമ്മയെ നോക്കേണ്ടത്. അല്ലാണ്ട് ഇപ്പൊ വേറൊരാൾ അങ്ങനെ ചെയ്തില്ല എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. അപ്പൊ ആ ഒരു സംഭവം തന്നെയല്ലേ ഇവിടെ അച്ചായൻ ചെയ്തോണ്ടിരിക്കണം. അച്ചായൻ ഇപ്പൊ ഫസി സഹായിച്ചില്ല എന്നുള്ളതൊക്കെ അച്ചായൻ എന്തോ മഹാ അപരാധമായിട്ടൊക്കെയാണ് അച്ചായൻ വന്നിട്ട് ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ അതും ഈ തൊപ്പീനെ പറ്റി അച്ചായൻ പറയുമ്പോഴത്തേക്ക് അച്ചായൻ നേരെ തിരിഞ്ഞ് ഫസീനെ പറ്റി പറയുമ്പോഴത്തേക്കും വേറൊരു ഒപ്പീനിയനും. ഇത് 2 ഒപ്പീനിയൻ ആയി പുള്ളിക്കാരന്. നമുക്ക് ബാക്കി കണ്ടു. രക്തമൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അച്ഛാ തൊപ്പിയുടെ നമ്പർ ഒന്ന് തരുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഈ സമയത്തും എന്നെ ഒന്ന് തിരിച്ച് ഫോളോ ചെയ്യുമെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ മനോഭാവം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്റെ അമ്മ ആശുപത്രി കിടക്കുകയാണെന്നുള്ള ആ സീനൊന്നും നോക്കണില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു വിഷയത്തിനകത്ത് നമുക്ക് ഒരിക്കലും ആൾക്കാരൊന്നും പറയാൻ പറ്റൂല. കാര്യം ആൾക്കാരെന്ന് പറഞ്ഞാൽ പല രീതിക്കാണ്. ഇപ്പൊ നമ്മുടെ ലൈഫിനകത്ത് എന്തൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്നൊന്നും ചിലപ്പോൾ ഈ ക്യാമറയുടെ അപ്പുറത്തിരുന്ന് കാണുന്ന ആൾക്കാരൊന്നും അത് ഒരിക്കലും ചിന്തിക്കൂല. കാര്യം നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ മാത്രം പ്രശ്നങ്ങളാണ്. നമുക്ക് ഒരിക്കലും വേറൊരാൾ അതിനകത്ത് നമ്മളെ സഹായിക്കണം അങ്ങനെയൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല. അപ്പൊ ഈ തൊപ്പിയുടെ കാര്യം വന്നപ്പോഴത്തേക്ക് അച്ചായൻ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അച്ചായൻ പറഞ്ഞത്. അതിനോട് ഞാൻ 100% യോജിക്കുന്നു. പക്ഷേ ഈ ഫസിയുടെ കേസ് വന്നപ്പോഴത്തേക്കും അച്ചായൻ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എന്താണ് പുള്ളി ചെയ്തോണ്ടിരിക്കുന്നത്? അതായത് പുള്ളിയുടെ അമ്മ അങ്ങനെ ഒരു സിറ്റുവേഷനകത്ത് കിടക്കുമ്പോഴും അച്ചായനോട് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞാൽ ഫസി ചീത്തയാണ്, അല്ലെങ്കിൽ ഫസി ഇങ്ങനെ ഒരു ഫേസ് ഉണ്ട് ഫസിക്ക്. അപ്പൊ ഇങ്ങനെയൊക്കെ പുള്ളിക്കാരൻ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കേണ്ട കാര്യം എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലാവുള്ള. അപ്പൊ എനിക്ക് ഇത്രയാണ് ഇതിനെപ്പറ്റി പറയാനുള്ള. അപ്പൊ ഈ ഒരു വിഷയത്തിനകത്ത് ഞാൻ ഫസിയുടെ കൂടെ നിൽക്കുന്ന ഈ ഒരു വിഷയത്തിനകത്ത് മാത്രം അതും കൂടെ ഞാൻ ഡബിൾ കോട്ട്സിനകത്തിട്ട് പറയുന്നതാണ്. കാര്യം ഇതിന് മുന്നേയൊക്കെ ഞാൻ ഫസിക്കെതിരെ പല വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കാര്യം വിമർശിക്കണമെന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ വിമർശിക്കണം, സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അത്ര മാത്രമേ ഇതിനകത്ത് പറയാനുള്ളൂ. അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോ കമൻറ്റ് ആയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലേ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും.